ഓഫീസിലെ ജീവനക്കാരുടെ വസ്ത്രധാരണ രീതികളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന ലെൻസ്കാർട്ടിന്റെ നിയമങ്ങൾ വിവാദത്തിലായിരിക്കുന്നു. ഇതിൽ വ്യക്തത നൽകിയിരിക്കുകയാണ് ലെൻസ്കാർട്ടിന്റെ സ്ഥാപകനും സിഇഒയുമായിട്ടുള്ള പീയൂഷ് ബൻസാൽ. ലെൻസ്കാർട്ട് സ്റ്റാഫ് യൂണിഫോം ആൻഡ് ഗ്രൂമിംഗ് ഗൈഡ് എന്ന തലക്കെട്ടിലുള്ള ഒരു രേഖ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് വിവാദം ആരംഭിച്ചത്. ഇതിൽ ലെൻസ്കാർട്ട് ജീവനക്കാർ കുങ്കുമം, ബിന്ദി എന്നിവ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഇതേ പേജിൽ തന്നെ ഹിജാബ് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായത്. പോസ്റ്റ് വൈറലായതോടെ കമ്പനിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഹിന്ദു ജീവനക്കാർക്ക് കുങ്കുമം എന്നിവ നിഷേധിക്കുകയും ഹിജാബ് അനുവദിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പലരും കുറിച്ചത്. ലെൻസ്കാർട്ട് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്നും പലരും ഭീഷണി മുഴക്കി. വിദേശികൾ പോലും നമ്മുടെ പാരമ്പര്യത്തെ മാനിക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഇങ്ങനെ പെരുമാറുന്നത് ലജ്ജാകരമാണെന്നും കമന്റുകളിൽ വന്നു നിറഞ്ഞു. അതേസമയം വർഷങ്ങളായി കമ്പനി ഗ്രൂമിംഗ് പോളിസി പലതവണ പരിഷ്കരിച്ചിട്ടുണ്ടെന്നും നിലവിൽ ഓൺലൈനിൽ പ്രചരിക്കുന്ന പതിപ്പ് കാലഹരണപ്പെട്ടതാണെന്നും ലെൻസ്കാർട്ടിന്റെ സ്ഥാപകനും സിഇഒയുമായ പീയൂഷ് ബൻസാൽ വ്യക്തമാക്കി. കമ്പനി അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പതിവായി അവലോകനം ചെയ്യുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാപകനും സിഇഒയും എന്ന നിലയിൽ ബൻസാൽ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പക്ഷേ ഇത് ഞാൻ നേരത്തെ കണ്ടെത്തേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി. അതേസമയം കമ്പനിയുടെ ഓഹരികൾ അടുത്തിടെ 547 ഡിസംബർ പാദത്തിൽ ലെൻസ്കാർട്ടിന്റെ ലാഭം ഏകദേശം 70 മടങ്ങ് വർദ്ധിച്ചു. അറ്റാദായം ഒരു വർഷം മുമ്പ് വെറും 18.5 മില്യൺ രൂപയിൽ നിന്നും 1.31 ബില്യൺ രൂപയായി ഉയർന്നു. അതേസമയം വരുമാനം 38.8% ഉയർന്ന 23.08 ബില്യൺ രൂപയിലായി. ചെലവുകളിൽ 28% വർധനവുണ്ടായതായി ഫെബ്രുവരിയിൽ കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.